ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ലോഗോസ് ക്വിസ് 2025 പാഠഭാഗങ്ങളിൽ പ്രഭാഷകൻ 49 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. ഒന്നാമത്തെ ചോദ്യം: ആരുടെ സ്മരണയാണ് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ജോസിയായുടെ. വിദഗ്ധമായി ചേർത്തൊരുക്കിയ എന്തുപോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സുഗന്ധക്കൂട്ടുപോലെ. ആരുടെ സ്മരണയാണ് നാവിന് തേൻ പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ജോസിയായുടെ സ്മരണ. ജോസിയായുടെ സ്മരണ സൽക്കാരത്തിൽ എന്തെന്ന പോലെയാണ്? ഉത്തരം: സംഗീതം എന്ന പോലെ. എങ്ങനെയുള്ള മാർഗത്തിലാണ് ജോസിയ ചരിച്ചത്? ഉത്തരം: ഉത്തമ മാർഗത്തിൽ. ജോസിയ ജനത്തെ മാനസാന്തരപ്പെടുത്തുകയും എന്ത് നീക്കിക്കളയുകയും ചെയ്തു? ഉത്തരം: പാപത്തിൻ്റെ മ്ലേച്ഛത. ജോസിയ അവൻ്റെ ഹൃദയം എവിടെയാണ് ഉറപ്പിച്ചത്? ഉത്തരം: കർത്താവിൽ. എപ്പോഴാണ് ജോസിയ ദൈവഭക്തി ബലപ്പെടുത്തിയത്? ഉത്തരം: ദുഷ്ടരുടെ നാളുകളിൽ. ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ ചെയ്തതെന്ത്? ഉത്തരം: ദൈവഭക്തി ബലപ്പെടുത്തി. ആരെല്ലാം ഒഴികെ മറ്റെല്ലാവരും പാപത്തിൽ മുഴുകുകയും അത്യുന്നതൻ്റെ നിയമം നിരസിക്കുകയും ചെയ്തു? ഉത്തരം: ദാവീദ്, ഹെസക്കിയ, ജോസിയ. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ മറ്റെല്ലാവരും പാപത്തിൽ മുഴുകുകയും അത്യുന്നതൻ്റെ നിയമം നിരസിക്കുകയും ചെയ്തതോടെ ഏതു രാജവംശമാണ് അസ്തമിച്ചത്? ഉത്തരം: യൂദാ രാജവംശം. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെയുള്ളവർ അത്യുന്നതൻ്റെ നിയമം നിരസിച്ച് എന്താണ് മറ്റുള്ളവർക്ക് അടിയറ വച്ചത്? ഉത്തരം: അധികാരം. അത്യുന്നതൻ്റെ നിയമം നിരസിച്ചവർ എന്താണ് അന്യജനതയ്ക്ക് അടിയറ വച്ചത്? ഉത്തരം: തങ്ങളുടെ മഹത്വം. വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് അന്യജനത തീവയ്ക്കുമെന്നും അതിൻ്റെ തെരുവുകൾ ശൂന്യമാകുമെന്നും പ്രവചിച്ചതാര്? ഉത്തരം: ജെറമിയ. എന്തു സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിനാണ് അന്യജനത തീവയ്ക്കുമെന്ന് ജെറമിയ പ്രവാചകൻ പ്രവചിച്ചത്? ഉത്തരം: വിശുദ്ധ മന്ദിരം. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാര്? ഉത്തരം: ജെറമിയ. എവിടെ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചതാര്? ഉത്തരം: എസെക്കിയേൽ. ദൈവം എവിടെ വെളിപ്പെടുത്തിയ മഹത്വമാണ് എസെക്കിയേൽ ദർശിച്ചത്? ഉത്തരം: കെരൂബുകളുടെ രഥത്തിനു മുകളിൽ. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ എസെക്കിയേൽ എന്താണ് ദർശിച്ചത്? ഉത്തരം: ദൈവം വെളിപ്പെടുത്തിയ മഹത്വം. ദൈവം ശത്രുക്കളുടെ മേൽ എന്തിനെ അയക്കുകയും നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് എന്തു ചെയ്യുകയും ചെയ്തു? ഉത്തരം: ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റിനെ അയക്കുകയും നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്യുകയും ചെയ്തു. ആരുടെ അസ്ഥികളാണ് കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: 12 പ്രവാചകന്മാരുടെ. യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തതാര്? 12 പ്രവാചകന്മാർ. 12 പ്രവാചകന്മാർ യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും അവർക്ക് എന്തു നൽകി രക്ഷിക്കുകയും ചെയ്തു? ഉത്തരം: ഉറച്ച പ്രത്യാശ. വലത്തു കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആര്? ഉത്തരം: സെറുബാബേൽ. സെറുബാബേൽ എന്തുപോലെയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വലത്തു കൈയിലെ മുദ്രമോതിരം പോലെ. സെറുബാബേലിനെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞത് ആരെയാണ്? ഉത്തരം: യെശുവയെ. യെശുവയുടെ പിതാവ്. ഉത്തരം: യഹോസദാക്ക്. കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തിയത് ആരെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സെറുബാബേലും യെശുവയും. വീണുപോയ കോട്ടകൾ നമുക്ക് വേണ്ടി പടുത്തുയർത്തുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തതാര്? ഉത്തരം: നെഹെമിയ. ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ട ആർക്ക് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഹെനോക്കിന്. ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ജോസഫിൻ്റെ. ഷേമും സേത്തും
എപ്രകാരമുള്ളവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ബഹുമാനിതർ. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം ആദത്തിനെ. താങ്ക് യു.